പെരുന്നാളായിട്ട് കുറച്ച് മുടിയൊക്കെ മുറിച്ചാലോ? ഇത് വളരെ വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഇത് ചിലപ്പോ ആകെ കൊളാവും. എന്തായാലും ഞാനിത് കൊളാക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, നാളെ പെരുന്നാളൊക്കെയാണ്. എല്ലാരും അതിന്റെ തിരക്കിലാണെന്ന് അറിയാം. പെരുന്നാളിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ? നേനുവിന് മൈലാഞ്ചി ഇടണം. என் வாழ்க்கை உனக்காகவே உன் பாதம் பார்த்திடுது உன் வார்த்தைகள் நீராக்கி என் நெஞ்சில் பொங்கி விடுது. രണ്ട് മൈലാഞ്ചിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. രണ്ട് കൈ കൊടുക്കണെങ്കിൽ പേനൊക്കെ എടുത്ത് പേനയും ട്യൂബ് കാണുമ്പോ കുറച്ചൊക്കെ പേപ്പറിൽ ചിത്രം വരച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നെയ്നൊന്നും മൈലാഞ്ചി എല്ലാ പ്രാവശ്യം അമ്മായി കട്ട് ചെയ്യണ്ടേ? അമ്മായി കത്രിക എടുത്ത് വരണ്ടേ? പറഞ്ഞോ. എല്ലാ പ്രാവശ്യവും നല്ല അടിപൊളിയായിട്ട് അമ്മായി ഇട്ടിരുന്നു. അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ 12-12:30 വരെയൊക്കെ ഉറക്കൊളിച്ചിട്ടിരുന്നു. കുറ്റുവരെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. ഇത് ചിലപ്പോ 12:30 നിൽക്കും തോന്നുന്നില്ല. ഇപ്രാവശ്യം പറഞ്ഞു ഞാൻ നന്നായിട്ട് വരക്കണ ആളാന്ന് അറിയപ്പോ ഞാൻ ആയിക്കോട്ടെ നിക്ക അടുത്തുണ്ടല്ലോ വരച്ചു തരാം, നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ഞാൻ വീട്ടിൽ കത്രിക എടുത്ത് വന്നാലോ? അത് കട്ട് ചെയ്യണ്ടേ? ചെറിയ ഉണ്ടാക്കിക്കോട്ടില്ലേ, അധികം കട്ടിലൊന്നും ബിന്ദിയാണ് അധികം പേനോണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഒരു ആ റൗണ്ട് ഒരു ഷേപ്പ് ഒക്കെ എന്നിട്ട് നമുക്ക് മൈലാഞ്ചി. അല്ലെങ്കിൽ ഇത് ചിലപ്പോ ആകെ കൊളാവും. എന്തായാലും ഞാനിത് കൊളാക്കും. കത്രിക എടുത്ത് വരാം. പെരുന്നാളായിട്ട് കുറച്ച് മുടിയൊക്കെ മുറിച്ചാലോ? അപ്പൊ നമുക്ക് ഏതാണ് എന്റെ ഡിസൈന്? രണ്ട് ഡിസൈൻ നിന്റെ ഡിസൈൻ ലെക്കനാണ് കാണിച്ചത്. ഞാൻ കുറച്ച് ഡിസൈൻ കാണിച്ചു കൊടുത്തു, അതിൽ സെലക്ട് ചെയ്ത് തന്നെയാണ്. എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. ഇതും ഗാലറിയിലും ഇത് വളരെ വളരെ സിമ്പിളാണ്. ഭംഗി തന്നെ ഇട്ടേന്നിട്ട് അത് സിമ്പിൾ ആണെങ്കിൽ സിമ്പിള് ആ ഒരു ഇതിൽ വേണം. അല്ലെങ്കിൽ അത് ഇടാൻ വെക്കുവോ? പിന്നല്ല ഇടാൻ വെക്കൂ. ഇത് കള്ളിക്കള്ളിന്ന് ഇഷ്ടല്ല, ഇഷ്ടം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമുക്ക് ആദ്യം. ഇത് ഇവിടെ വളവൂരാണോ? എന്റെ ആവശ്യമില്ല. ഇതെന്താ പുതിയണോ ഇവിടെ വരെ മൈലാഞ്ചി ഇടാന്? കഴിയുമ്പോ റെഡി ആവും. ബേജാറായില്ലേ? കരയല്ലേ? ഇവിടുത്തെ പൂ ഞാൻ എങ്ങനെ വരും? എന്റെ കൈയൊന്നും അത് കുഞ്ഞില്ല, കുറച്ചുകൂടെ വലിയ കൈ വേണം എനിക്ക്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യമായിട്ടാണ് തരുന്നത്, അല്ലാതെ ഞാൻ കല്യാണത്തിന് ഫസ്റ്റ് വരക്കുമ്പോ നമുക്ക് അല്ലാതെ നമുക്ക് എന്തോന്ന് തോന്നും. പക്ഷെ മൊത്തത്തിൽ വരച്ചു വരുമ്പോ എങ്ങനെയൊക്കെ ഉഷാറാവുന്നു. അയ്യോ, ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. അത് പെട്ടെന്ന് തീരൂല ഇതാണ്. നമ്മള് കേട്ടിയ വരക്കാനൊക്കെ അറിയാം. അത് ഇത് ഇന്റെ ഡിസൈൻ ആയത് സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ടാണ്. ഇത് സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. എനിക്ക് പണിയെന്നാണ്. ഞാൻ ഇന്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ.
അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് പറയാം. എന്താണ് உன் விழிகள் காணும் போது என் இதயம் துடிக்குது கண்ணின் நின்றலாம் நான் பூரிக்குது உன் விழிகளில் கனவுகள் ஒவ்வொரு நாளும் வண்ணமாய் படிக்குது உன் புன்னகை என் வாழ்க்கையிலே ஒளியாய் பரவுது தொட்டுக்கொள்ளும் ஒவ்வொரு நேரம் என் உலகம் மாறுது உன் மௌனத்திலும் காதல் பேச மனம் பாசம் சுமக்குது உன் விழிகளிலே கனவுகள் ஒவ்வொரு நாளும் வண்ணமாய் படிக்குது உன் புன்னகை என் வாழ்க்கையிலே என் வாழ்க்கை உனக்காகவே உன் பாதம் பார்த்திருது உன் வார்த்தைகள் நீராக்கி என் நெஞ்சு பொங்கி விடுது உனது சுவாசம் தேடி போகும் என் உயிரின் மொழிகளிலே உன் காதலில் மூழ்கி வாழும் என் சுவாசம் കാലങ്ങളിലെ. അപ്പൊ ഗൈസ് ഞങ്ങളെ മൈലാഞ്ചിയിലൊക്കെ കഴിഞ്ഞിരിക്കണ്. ഫൈനൽ ലുക്ക് നോക്കി എനിക്ക് സ്റ്റാർട്ടിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട പേടിയായി. കാരണം ഈ വരയൊക്കെ വേറെ ഐഡിയ ഒക്കെ ആണ് ഈ വരയൊക്കെ വരക്കണം. അപ്പൊ ഇത് രസമായിട്ടില്ലേ നിങ്ങൾ പറയട്ടോ, ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് അത് നോക്കിട്ട് നിങ്ങൾ പറയണം കേട്ടോ. രസിക്കണ്. പക്ഷെ ഈ വരയൊക്കെ ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് പേടിയതല്ല കൊളായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ലാസ്റ്റ് ലുക്ക് കണ്ടപ്പോ കൊളായത് ഞാനാണ്. ഇവിടെ ബംഗാളികളാണ് ഫുള്ള് മുടി വെട്ടുന്നത്. മുടി വെട്ടി ആകെ കൊളായി. പറയണത് ഇനി അടുത്ത് വരുന്നത് നോക്കാം. അപ്പൊ അപ്പൊ എല്ലാവരും മൈലാഞ്ചൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെന്താ പറയാ, ഡ്രസ്സൊക്കെ എടുത്തിട്ട് എല്ലാവരും സുന്ദരിമണികളായിട്ട് എല്ലാവരും ഉഷാറാക്കി. പിന്നെ നാളെ പെരുന്നാൾ അടിപൊളിയാക്കി. അപ്പൊ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നാളെ വരുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റ് വാച്ച്. ആൻഡ് എന്താ പറയാ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് അടിച്ച വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.